ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഞാനൊരു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആദ്യം ഒന്ന് പ്ലേസ് ചെയ്യാം. 56,200 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത്. 640യും ട്രിഗർ വന്നിട്ട് 641 നമ്മളുടെ. ജസ്റ്റ് ട്രേഡ് എടുത്തേ ഉള്ളൂ. ട്രേഡ് എടുത്തപ്പോൾ ജസ്റ്റ് ഒരു കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. നമ്മളുടെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ തന്നെ ഒരു ടാർഗറ്റാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടെക്റ്റ് ആണ്. നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മൾ എൻട്രിയും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് എൻട്രി വന്നിട്ട് ലോങ് ട്രേഡ് എൻട്രി ഇത് ടാർഗറ്റ് വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ലെന്ന് തോന്നുന്നു. നല്ല റിജക്ഷൻ ആയല്ലോ. എക്സാക്ട്ലി ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മേളിലേക്ക് ആക്കിയേക്കാം. വേറെ ഒന്നുമല്ല, ട്രേഡ് എടുത്തു കഴിഞ്ഞപ്പം പെട്ടെന്ന് നല്ലൊരു ഫോൾ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ കൊണ്ട് വയ്ക്കേണ്ടത്. അപ്പോൾ ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആദ്യം തന്നെ നമുക്ക് ട്രേഡിൽ നിന്ന് ഇറങ്ങി. ഓക്കെ, നമ്മളുടെ ട്രേഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 2000 ലോസ് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ട്രേഡേഴ്സ് നമ്മുടെ ഒരു സെക്കൻഡ് ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. 56,100 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്ത്. ജസ്റ്റ് ഒരു 140 ക്വാണ്ടിറ്റി കുറച്ച് ഞാൻ കൂട്ടിയിട്ടുണ്ട്. കാരണം ജസ്റ്റ് ഇച്ചിരിയും കൂടെ എനിക്കൊരു ഇതുള്ളൊരു ട്രേഡായിരുന്നു. ഫസ്റ്റ് ട്രേഡ് നമ്മുടെ ലോസാണ് ബുക്ക് ചെയ്തത്. ഒരു സെക്കൻഡ് ട്രേഡ് ജസ്റ്റ് ഇപ്പോൾ എടുത്തേ ഉള്ളൂ. നമ്മുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ എൻട്രിയും എക്സിറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഞാൻ നമ്മളുടെ എൻട്രി വന്നിട്ട് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്നൊരു മാർക്കറ്റാണ് ഇപ്പോൾ കാണുന്നത്. ജസ്റ്റ് ഇവിടുന്ന് നല്ലൊരു മൊമെൻറ്റം മേളിലേക്ക് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതാണ് ഞാനൊരു ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയത്. 50 പോയിൻറ്റ്സ് 753 ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് ആയിട്ടിരിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. 1000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 1500 കാണിച്ചു, 1200, 1500 ഗ്രീൻ നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്ത് ഏകദേശം ട്രേഡ് എടുത്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഗ്രീനിലേക്ക് ആവുന്നുണ്ട്. നമുക്കൊരു 1900 2000 അടുപ്പിച്ചായിരുന്നു ഫസ്റ്റ് ട്രേഡ് നമ്മളുടെ ലോസ്. ഓക്കെ, ഗ്രീനിലേക്ക് ആയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാൻ ട്രേഡേഴ്സ്, നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. എന്നിട്ട് ഇനിയിപ്പോൾ മാർക്കറ്റിന് നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. നമ്മളുടെ 702ലാണ് എൻട്രി കിട്ടിയത്. സോ 671ഉം 672ഉം വന്നിട്ട് നമ്മളുടെ ട്രിഗർ വന്നിട്ട് 672ഉം കൊടുക്കാം. ജസ്റ്റ് 672 റൈറ്റ്. ട്രിഗർ വന്നിട്ട് 672ഉം കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഗ്രീനിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്ത് നമ്മൾ അത്യാവശ്യം ഗ്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ് ആണ് ഒരു മൊമെൻറ്റം നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാം. ഇനി ഇതല്ല, നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇവിടുന്ന് ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ ഒരു 2000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രേഡിൽ ഓവറോൾ ഒരു 7000+ ഒരു പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ലോസിനെയും കൂടെ റിക്കവർ ചെയ്ത് ഒരു 5000 ഓവറോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തൊന്ന് നിർത്താമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. സോ ഇനിയിപ്പോൾ അല്ല, ഇനി നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ ഒരു നോക്കാം. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ, മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നോക്കാം. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. നിങ്ങളും ഇപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണമെങ്കിൽ ജസ്റ്റ് വീഡിയോ കാണുന്നത് മാത്രമല്ലാതെ കമൻറ്റിൽ നിങ്ങൾ പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ, അപ്പോൾ മറ്റുള്ളവരുമൊക്കെ വായിക്കട്ടെ. ലോസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് പേടിക്കാനോ അത് അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്യോ കളിയാക്കോ അങ്ങനെ ഇത് പാർട്ട് ഓഫ് എ ഗെയിമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്കും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. സോ നിങ്ങൾക്കും കൂടെ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത ട്രേഡിനെ പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് എത്രയാണ് പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്, ട്രേഡ് എടുത്തില്ലെങ്കിൽ ട്രേഡ് എടുത്തില്ലെന്നോ, മറ്റുള്ളവർക്കും കൂടെ അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. എത്ര പേര് ട്രേഡ് എടുക്കുന്നുണ്ടെന്നും അവരൊക്കെ പ്രോഫിറ്റിലാണ്. ലോസ് ആണെങ്കിൽ ആയിക്കോട്ടെ, നോ ഇഷ്യൂ. അപ്പോൾ ലോസ് ആണെങ്കിൽ ലോസ് എന്നിടുക, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് എന്നിടുക. ഇനിയിപ്പോൾ എന്തോ ഇപ്പോൾ എല്ലാ ട്രേഡും അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി 2 years 3 years ഒക്കെ ലോസിലായവരും ഇന്ന് മാർക്കറ്റിലില്ല. അപ്പോൾ ഇത് നമ്മളുടെ ഒരു പാഷനും നമ്മളുടെ ഒരു സന്തോഷവും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലികളിൽ ഒന്നായി ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നാണക്കേടോ, ലോസാണെങ്കിൽ ഇപ്പോൾ എന്തോ കുഴപ്പം, ലോസാണ്, ഇന്നിപ്പോൾ ലോസാണ്, ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും, നത്തിങ് ടു ഡു. നാളെ ലോസാണ്, എന്ത് ചെയ്യാൻ പറ്റും, ലോസാണ്, ഇപ്പോൾ എന്ത് ചെയ്യാനായിരുന്നു നമുക്ക്.
സോ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. കമൻറ്റിലൊന്ന് ഇടുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് കാണാൻ പറ്റും. അപ്പം മറ്റുള്ളവർക്കും അതിൻ്റെ അകത്തൊന്ന് എല്ലാവരും എന്താ ചെയ്യുന്നത്, അപ്പോൾ നമുക്കും മറ്റുള്ളവർക്കും ഒക്കെ ഒന്ന് ട്രേഡ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുത്തോ. എല്ലാ ദിവസവും, ഇന്നത്തേലല്ല ഞാൻ പറഞ്ഞ, എല്ലാ ദിവസവും ട്രേഡ് എടുത്തോ. ട്രേഡ് എടുത്തെങ്കിൽ ഇന്ന് പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ, അപ്പോൾ പ്രോഫിറ്റ് ഉള്ള ദിവസം മാത്രം ഇടല്. ലോസ് ആണെങ്കിൽ ലോസ് എടുക്കുക, ഇനിയിപ്പം നോ ഇഷ്യൂ. ഇപ്പം ഏതായാലും ട്രേഡേഴ്സ് നമ്മുടെ ഈ ഒരു ട്രേഡിൽ 2000+ അടുപ്പിച്ചൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്ത് ചെറിയൊരു ഗ്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു ഫോം ആയത്. ഇനിയിപ്പോൾ അത് വീണ്ടും ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, മാർക്കറ്റ് ഏകദേശം നമ്മളുടെ ടാർഗറ്റിൻ്റെ വെരി ക്ലോസ് ആയിട്ടുണ്ട്. നമ്മളുടെ ടാർഗറ്റ് 742 റൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് വന്നിട്ട് 753 ആണ്. ഇപ്പോൾ ഒരു 744 റൺ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു 10-20 പോയിൻറ്റ്സ്. ഓക്കെ, 43. ഓവറോൾ ഇപ്പോൾ നമ്മളൊരു 4000+ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. 753 ആണ് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ ജസ്റ്റ് ഒരു 746, 47, 48, 48 ഈ ഒരു ക്യാൻഡിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ പരിപാടി അവസാനിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം 749, 750, ഒരു 3 പോയിൻറ്റും കൂടെ 3 പോയിൻറ്റിന് മുന്നേ റിജക്ഷൻ ആണല്ലോ ദൈവമേ വരുന്നത്. 746, 753 ആയിരുന്നു. 6000+ 6100. നമ്മളുടെ ടാർഗറ്റ് 753 ആണ്. 750 വരെ കാണിച്ചു. ഒരു 3 പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ കാണിക്കുന്നത്. വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓവറോൾ ഒരു 4000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനിയിപ്പം ഇവിടുന്ന് റിവേഴ്സിൽ വല്ലതും ആവാതിരുന്നാൽ മതിയായിരുന്നു. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രെയിൽ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പഴയ സ്പോട്ടിൽ തന്നെ വയ്ക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. കാരണം ചെറിയൊരു മൊമെൻറ്റമാണ് അപ്പ് സൈഡിലേക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് കണ്ടിന്യൂ ഇനി താഴത്തോട്ട് വന്നാലും മേളിലേക്ക് പോകാനുള്ളൊരു ചാൻസ് കണ്ടുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാത്തത്. റിജക്ഷൻ 5482, 5600. ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ക്യാൻഡിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഒരു ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലായിട്ടാണ് ഫോം ആവുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുമെന്ന് നോക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 5000, 6000, 7000 അടുപ്പിച്ച് പ്രോഫിറ്റ് ജസ്റ്റ് ഒരു 3 പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്നാണ് വലിയ റിജക്ഷൻ ആയിക്കണ്ട. 4000. എനിവേയ്സ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ്, മാർക്കറ്റ് ജസ്റ്റ് ഒരു എത്ര പ്രോഫിറ്റ് കുറവാക്കി നോക്കിയേ. നമ്മളുടെ ടാർഗറ്റ് നമുക്കൊന്നും കൂടി എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസിലേക്ക് പ്ലേസ് ചെയ്യാൻ ട്രേഡേഴ്സ്. എത്ര മാർക്കറ്റ് മേളിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്നൊരു റിജക്ഷൻ കാണിച്ച് താഴത്തോട്ട് വരുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രെയിൽ ചെയ്തിട്ടില്ല ട്രേഡേഴ്സ്. കാരണം എനിക്കിതൊരു മാർക്കറ്റ് ഒരു മേളിലേക്ക് പോകും എന്നാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. സോ അതുകൊണ്ടാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രെയിൽ ചെയ്യാതിരുന്നത്. കണ്ട്
എത്ര നല്ല മൊമെൻറ്റം മേളിലേക്ക് കിട്ടിയ ജസ്റ്റ് ഒരു 2-3 പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. ഒരു 2 പോയിൻറ്റും കൂടെ മേളിലേക്ക് തന്നിരുന്നെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ട്രേഡിൽ നിന്ന് ഇറങ്ങായിരുന്നു. നമ്മുടെ ലോസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. 6000 പ്ലസ് നേർ പകുതിയായിട്ടുണ്ട് നമ്മുടെ പ്രോഫിറ്റ് ഇപ്പം. എനിവേയ്സ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിടാം വീണ്ടും. ഓക്കെ, എഗെയിൻ നമ്മൾ നെഗറ്റീവ് റെഡിലേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം ട്രേഡേഴ്സ്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ട്രേഡേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ജസ്റ്റ് ഓവറോൾ ഒരു 6500 ലോസ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. 4000 പ്ലസ് ഒരു 2000 ലോസ്. ഇത് നമ്മുടെ ഓർഡർ ബുക്ക്. എത്ര നല്ല ട്രേഡായിരുന്നു, നിങ്ങൾ കണ്ടല്ലേ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളായിരുന്നെങ്കിൽ എന്താ ചെയ്യുക? ഇത്രയും വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഹൈ ഒന്ന് നോക്കിക്കേ, 750. എക്സാക്ട്ലി അതിൻ്റെ ഹൈ 750. നമ്മൾ വച്ച ടാർഗറ്റ് ഏരിയ 753. വെറും ഒരു 3 പോയിൻറ്റിൻ്റെ അവിടുന്ന് ഈ ഒരു ചെറിയ 3 പോയിൻറ്റിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ കാണിച്ച് നമ്മളുടെ താഴത്തോട്ട് വന്ന് നമ്മളുടെ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്തത്. സോ അത്രയും നന്നായിട്ട് പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോ ബാഡ് ലക്ക്, അല്ലെങ്കിൽ സോ ബാഡ് ഡേ. എനിവേയ്സ് എന്ത് ചെയ്യാനാ? ഇപ്പോൾ നിങ്ങൾ ചിലവർ പറയും ഇവിടെ എത്തുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമായിരുന്നു, കുറച്ചെങ്കിലും ബുക്ക് ചെയ്തിടായിരുന്നു എന്ന് ചോദിക്കും. ഗ്രീഡിനെസ് അല്ലേന്ന്. പക്ഷേ ഇത് ഗ്രീഡിനെസ് അല്ല. എനിക്കറിയില്ലല്ലോ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരുമെന്ന്. പക്ഷേ ജസ്റ്റ് നമ്മളൊരു എൻട്രി പോയിൻ്റ് എടുത്തു, നമ്മുടെ ഒരു എക്സിറ്റ് പോയിൻ്റ് നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ 1 പോയിൻറ്റോ 2 പോയിൻറ്റോ താഴത്തേക്ക് പോയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പാടില്ല. അല്ലാതെ അതൊരു ഗ്രീഡിനെസ് അല്ല. ഏതായാലും ഓവറോൾ ഒരു 6000 ഒരു ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് ഇന്ന്.